നമസ്കാരം. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കെമിക്കൽ ബോണ്ടിങ് എന്ന പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന സെക്ഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോവാലന്റ് ബോണ്ടിങ് അഥവാ സഹസംയോജക ബന്ധനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അതിനൊരു ഉദാഹരണം നമ്മൾ പഠിച്ചതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലേ. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഓരോ ഇലക്ട്രോണുകളെ വീതമാണ് ഷെയർ ചെയ്യുന്നത്. ആ ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളുടെ മേൽ ഹൈഡ്രജനും ക്ലോറിനും ഒരു ആകർഷണ ബലം ഉണ്ടാവും അല്ലേ. അപ്പോൾ സഹസംയോജക ബന്ധനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ രണ്ട് ആറ്റങ്ങളും ആകർഷിക്കും. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പോൾ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതാത് ആറ്റത്തിൻ്റെ കഴിവാണെന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി താരതമ്യം ചെയ്യുന്നതിനായി വ്യത്യസ്ത ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവയിൽ ലീനസ് പോളിംഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇതൊരു ആപേക്ഷിക സ്കെയിലാണ്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകളായി നൽകിയിട്ടുള്ളത്. ഈ സ്കെയിലിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ലിനസ് പോളിങ്ങിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. പോളിംഗ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്കെയിലിൻ്റെ ഇടത്തെ അറ്റത്ത് നിന്ന് വലത്തെ അറ്റത്തേക്ക് നമ്മൾ പോകും തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വലത്തെ അറ്റത്തെ ഏറ്റവും മുകളിലായിട്ടാണ് ഫ്ലൂറിൻ കാണിച്ചിരിക്കുന്നത്. 3.98 ആണ് ഫ്ലൂറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. ആ ഫ്ലൂറിൻ തൊട്ട് ഇടത്തെ അറ്റത്തെ ഫ്രാൻസിയം വരെ നമ്മളൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരും. ഫ്ലൂറിൻ തൊട്ട് ലെഫ്റ്റിലേക്ക് പോകും തോറും ഫ്രാൻസിയം എത്തുമ്പോഴത്തേക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ ചില സംയുക്തങ്ങളും അവയുടെ സ്വഭാവവും നൽകിയിട്ടുണ്ട്. അവയിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ സംയുക്തങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേതാണ് കാർബൺ മോണോക്സൈഡ് CO. ഇതിൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് കൂടുതൽ, അതിൽ നിന്ന് കാർബണിൻ്റെത് കുറവുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 3.44 - 2.55 നമുക്ക് 0.89 എന്ന് കിട്ടും. സംയുക്തത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സഹസംയോജക സ്വഭാവമാണ്. അതെങ്ങനെ മനസ്സിലായി എന്നുള്ളത് നമുക്ക് ഈ പട്ടികയുടെ കൺക്ലൂഷനിൽ പറയാം. നെക്സ്റ്റ് സോഡിയം ക്ലോറൈഡ് ആണ് NaCl. അതിൽ 3.16 ആണ് ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി, മൈനസ് സോഡിയത്തിൻ്റെത് 0.93. അതിൻ്റെ വ്യത്യാസം 2.23 എന്ന് കിട്ടും. അതൊരു അയോണിക സംയുക്തത്തിന് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്. അടുത്തത് മീഥേനാണ് CH4. അതിൽ 2.55 എന്ന് പറയുന്നത് കാർബണിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ്. ഹൈഡ്രജൻ്റെത് 2.20 ആണ്. അവിടെയും ഹയർ വാല്യൂവിൽ നിന്ന് ലോവർ വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 0.35 എന്ന് കിട്ടും. മീഥേനും ഒരു സഹസംയോജക സംയുക്തത്തിന് ഉദാഹരണമാണ്. അടുത്ത സംയുക്തമാണ് മഗ്നീഷ്യം ക്ലോറൈഡ് MgCl2. ഇതിൽ ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് 3.16, മഗ്നീഷ്യത്തിൻ്റെ 1.31. അപ്പോൾ 3.16 - 1.31 നമുക്ക് 1.85 എന്ന് കിട്ടും. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് ഒരു അയോണിക സംയുക്തത്തിന് ഉദാഹരണമാണ്. അടുത്തതാണ് സോഡിയം ഓക്സൈഡ് Na2O. ഇവിടെയും ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയാണ് കൂടുതൽ, 3.44 മൈനസ് സോഡിയത്തിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 0.93 which is equal to 2.51 എന്ന് കിട്ടും. സോഡിയം ഓക്സൈഡ് ഒരു അയോണിക സംയുക്തത്തിന് ഉദാഹരണമാണ്. ഇതിൽ സഹസംയോജക സ്വഭാവമുള്ള സംയുക്തങ്ങൾ ഏതൊക്കെയായിരുന്നു? കാർബൺ മോണോക്സൈഡും മീഥേനുമാണ്. അവയുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലെ വ്യത്യാസം നോക്കിയാൽ നമുക്കറിയാം 1ന് താഴെയാണല്ലേ. 0.89ഉം 0.35 ആണ്. അയോണിക സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മൾ പഠിച്ച സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ്. അവിടെ 1.8 തൊട്ട് മുകളിലേക്ക് വരുന്ന വാല്യൂസ് ഒക്കെയാണല്ലോ കിട്ടിയിരിക്കുന്നത്.
ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവും ആയിരിക്കും ഉണ്ടാവുക. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ പൊതുവെ അയോണിക സ്വഭാവവും 1.7 കുറവാണെങ്കിൽ സഹസംയോജക സ്വഭാവവുമായിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പോളാർ സ്വഭാവം, പോളാർ നേച്ചർ. ദ്വയാറ്റോമിക മൂലക തന്മാത്രകളിലെ 2 ആറ്റങ്ങൾക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി തുല്യമായതിനാൽ പങ്കുവയ്ക്കപ്പെടുന്ന ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായി ആകർഷിക്കുന്നു. ഉദാഹരണം H2N2 എന്നിവ. അതായത് H2N2 എന്നൊക്കെ പറയുന്നത് ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ആണെങ്കിലും ഓരോ ഇലക്ട്രോണുകളെ വീതമാണ് അല്ലേ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് പരസ്പരം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 ആറ്റങ്ങളും ഹൈഡ്രജൻ്റെ തന്നെ ആയതുകൊണ്ട് അവ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ മുകളിൽ ചെലുത്തുന്ന ആകർഷണ ബലവും തുല്യമായിരിക്കും. എന്നാൽ സംയുക്ത തന്മാത്രകളിൽ ഇങ്ങനെയല്ല. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ക്ലോറൈഡ് നോക്കാം. ഹൈഡ്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ്? 2.20. ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 3.16. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ ഏത് മൂലക ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ് കൂടുതൽ ആകർഷിക്കാൻ സാധ്യത? നമുക്കതൊന്ന് നോക്കാം. ഇതാണ് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. ക്ലോറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ പരസ്പരം അടുത്ത് വരുമ്പോഴത്തേക്ക് ഓരോ ഇലക്ട്രോണുകളെ വീതം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണുകളുടെ മുകളിൽ ഹൈഡ്രജനും ക്ലോറിനും തുല്യ അവകാശമാണുള്ളത്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? രണ്ടിൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഈ 2 ഇലക്ട്രോണുകളെ ക്ലോറിൻ്റെ ന്യൂക്ലിയസിലേക്ക് ആകർഷിച്ച് നിർത്തും. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ അതിൻ്റെ ന്യൂക്ലിയസിനടുത്തേക്ക് കൂടുതൽ ആകർഷിക്കും. ഇതിൻ്റെ ഫലമായി സഹസംയോജക സംയുക്തമായ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ക്ലോറിൻ്റെ ഭാഗത്ത് ഭാഗികമായ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ്റെ ഭാഗത്ത് ഭാഗികമായ പോസിറ്റീവ് ചാർജും സംജാതമാകുന്നു. ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? ഹൈഡ്രജൻ ക്ലോറൈഡിൽ സിംഗിൾ ബോണ്ടാണ്. ആ സിംഗിൾ ബോണ്ട് വെച്ചിട്ട് അതിനെ വരച്ച് കാണിക്കുക. ഹൈഡ്രജൻ്റെ പവറിലായിട്ട് Δ+ എന്നുള്ള ചാർജ് എഴുതി കാണിക്കണം. പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ് ക്ലോറിന് കിട്ടുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ മുകളിൽ Δ- എന്ന് എഴുതി കാണിക്കുക. കോവാലന്റ് ബോണ്ടിങ്ങിൽ എപ്പോഴും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം ആയിരിക്കും ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളെ കൂടുതൽ ആകർഷിച്ച് അവയുടെ ന്യൂക്ലിയസിനടുത്തേക്ക് ചേർത്ത് നിർത്തുന്നത്. ഭാഗികമായ വൈദ്യുത ചാർജുകളുള്ള ഇത്തരം സഹസംയോജക സംയുക്തങ്ങളെ പോളാർ സംയുക്തങ്ങൾ എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, വാട്ടർ എന്നിവ പോളാർ സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ്. ബഹു ആറ്റോമിക തന്മാത്രകളിൽ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ തന്മാത്രയുടെ ജ്യാമിതീയ ആകൃതി, അതായത് അതിൻ്റെ ജിയോമെട്രി ഒരു ഘടകമാണ്. ജലം, അമോണിയ തുടങ്ങിയവ ഇത്തരം സംയുക്തങ്ങളാണ്. രാസബന്ധനത്തിലുണ്ടാകുന്ന വ്യത്യാസം സംയുക്തങ്ങളുടെ സ്വഭാവത്തിലും പ്രകടമാകും. സോഡിയം ക്ലോറൈഡ് അയോണിക സംയുക്തത്തിന് ഒരു ഉദാഹരണമാണ്. മെഴുക് സഹസംയോജക സംയുക്തത്തിന് ഉദാഹരണമാണ്. ജലം ഒരു പോളാർ തന്മാത്ര. ജലം ഒരു പോളാർ തന്മാത്രയാണ്. ജലത്തിൻ്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം അതിൻ്റെ പോളാർ സ്വഭാവമാണ്. പൊതുവെ മോളിക്യുലാർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിലായിരിക്കാൻ കാരണം ഇതാണ്. കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവികലായകമാകാൻ ജലത്തിന് കഴിയുന്നതിൻ്റെ കാരണവും ഈ പോളാർ സ്വഭാവം തന്നെയാണ്. വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അങ്ങനെ ആകാൻ കാരണം അതിൻ്റെ പോളാർ സ്വഭാവമാണ്. ജലം ദ്രാവകാവസ്ഥയിൽ ഇരിക്കാൻ കാരണം അതിൻ്റെ പോളാർ സ്വഭാവമാണ്. ഇനി നമുക്ക് അയോണിക് കോമ്പൗണ്ട്സിൻ്റെയും കോവലന്റ് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസുകളൊന്ന് നോക്കാം. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ അവസ്ഥ, അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലായിരിക്കും അയോണിക സംയുക്തങ്ങൾ കാണപ്പെടുന്നത്.
സഹസംയോജക സംയുക്തങ്ങളാണെങ്കിൽ 3 സ്റ്റേറ്റുകളിലും കാണപ്പെടുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ് എന്ന 3 അവസ്ഥകളിലും സഹസംയോജക സംയുക്തങ്ങൾ അഥവാ കോവാലന്റ് കോമ്പൗണ്ടുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഖരരൂപം എന്ന് പറയുമ്പോൾ തന്നെ അയോണിക സംയുക്തമാകണമെന്ന് നിർബന്ധമില്ല, അത് സഹസംയോജക സംയുക്തവും ആവാം. ഇനി ജലത്തിലെ ലയത്വം, വാട്ടറിൽ എങ്ങനെയാണ്, സോല്യൂബിൾ ആണോ അല്ലയോ? അയോണിക സംയുക്തമാണെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്നാൽ സഹസംയോജക സംയുക്തങ്ങളാണെങ്കിൽ ജലത്തിൽ പൊതുവെ ലയിക്കുന്നില്ല. എന്നാൽ ഓർഗാനിക് ലായകങ്ങളായ മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ ഇവയിലൊക്കെ ലയിക്കുന്നവയാണ് സഹസംയോജക സംയുക്തങ്ങൾ. അപ്പോൾ ഓർഗാനിക് ലായകങ്ങൾക്ക് ഉദാഹരണമാണ് മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ചാലകത. അയോണിക സംയുക്തങ്ങളാണെങ്കിലോ ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. അയോണിക സംയുക്തങ്ങൾ ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. സഹസംയോജക സംയുക്തങ്ങളാണെങ്കിൽ പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല, ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. ഇനി മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എങ്ങനെയാണ്? അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉയർന്നതാണ്. ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് അയോണിക് കോമ്പൗണ്ട്സിനുള്ളത്. ഇനി സഹസംയോജക സംയുക്തങ്ങളാണെങ്കിലോ പൊതുവെ താഴ്ന്നതാണ് അവയുടെ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും പോളാർ നേച്ചറുമാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്